നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ പരവൂരാണ്. മീൻവേട്ട എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണ്ട് ഇതാണ് പരവൂരും കടലും കായലും കൂടെ ഒന്നിക്കുന്ന പൊഴിക്കര എന്ന് പറയുന്ന സ്ഥലമാണ്. അന്നേരം അവിടെ ഓക്കെ ഓക്കെ പതുക്കെ 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 സമാധാനത്തിൽ വലിയ സാധനം പടക്കം സാധനം അയ്യവാ അത് പൊളിച്ച്. ഇതേപോലെ കഴിച്ചുകൊണ്ടേലും നെച്ചറപിടുത്തം, അതേപോലെ തന്നെ മീൻ വേട്ട കുറേ ആളുകളുണ്ട്. ഈ ജീവനുള്ള കൊഞ്ചിട്ടാണ് ഇവിടെ അല്ലാതെ കുറേ രീതിയിലും പിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 3 സൈഡിലോട്ട് ഹുക്കുള്ള ഒരു ഹുക്കിനകത്താണ് ഈ മീനൊക്കെ പിടിച്ചത്. ഇതല്ലാതെ പുള്ളിക്കാരൻ അതേപോലെ ഏറ് ചൂണ്ടയിട്ട് പിടിച്ചേക്കുന്ന മീനായി കാണുന്നത്. പാരമീൻ മുതൽ കുറേ സാധനം കിട്ടും കേട്ടോ. ഒരു രക്ഷയില്ല, നല്ല രസമാണ് കാണാനായിട്ട്. അയ്യോ ഇത് സേഫ് ആയിട്ട് കിട്ടണം. ഇത് നമ്മൾ നേരത്തെ പിടിച്ച ആ മീനേക്കാളും കുറച്ചും കൂടെ ചെറിയ മീനാണ്. എന്നാലും അതേ ഹുക്കിലായിട്ടാണ് ഇത് പിടിച്ചേക്കുന്നത്. മാവ് കുഴച്ച് അതിൻ്റെ നടുക്ക് വെച്ച് പിടിക്കുന്നൊരു രീതിയാണ്. അന്നേരം വെറൈറ്റി ആയിട്ടില്ലേ. ഇതേപോലെ നല്ല ഒരുപാട് മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സെറ്റാണ് കാണാനായിട്ട്. അതായത് ആ ഒരു ആംബിയൻസും ഒക്കെ കിടുവാണ്. അതേപോലെ ഇതിനൊരിച്ചിരി ക്ഷമ വേണ്ടുന്ന പണിയാട്ടോ. ചെന്നങ്ങോണ്ടിരിക്കുമ്പോഴേ മീനൊന്നും കിട്ടിയതൊന്നും വരുന്നില്ല. അന്നേരം മീൻ കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു കലയാണ്. പടാന്നിന് ഓരോന്നിനെയായിട്ട് ഇങ്ങനെ തൂക്കി എടുക്കുന്ന ഒരു രസമുള്ള പരിപാടിയാണ്. എന്നാൽ ഇതാണ്ട് ഇതേപോലെയാണ് ഇവിടെ. അത് ഒരുപാട് പേര് നിലനിന്നിരുന്നുണ്ട്. ചില സമയത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ആ രീതിക്കുള്ള നല്ല സുന്ദരമായ വലിയ ചെമ്പല്ലിയൊക്കെ ഇതേപോലെ തന്നെ കോരി എടുക്കുന്നത് കാണാനായിട്ട് സാധിക്കും. താണ്ടെ രണ്ട് പിന്നെ ഇനി ഒരെണ്ണം വലുതിനെ പിടിച്ച കണ്ടല്ലോ. ഇതേപോലെ തന്നെ പടപടാന്നാണ് മീനെ പിടിക്കുന്നത്. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. 3 ആയിട്ടുണ്ട്. സൂക്ഷിച്ച് പിടിക്കണം. നല്ല മുള്ളാണ് ഈ മീൻ. അതേപോലെ തന്നെ ശ്രദ്ധിക്കണം. ഞങ്ങളിവിടെ എന്ന് പറഞ്ഞാൽ സേഫ് ആയതുകൊണ്ടാണ് എല്ലാവരും പോയി കടലിൽ പോയി ഇതേപോലെ നിൽക്കരുത്. ഇപ്പോഴത്തെ സാഹചര്യം അറിയാമല്ലോ, നല്ല വേലിയേറ്റവും അതേപോലെ വെള്ളമൊക്കെ കൂടിക്കിടക്കുന്ന സമയമാണ്. കുട്ടികളൊക്കെ സൂക്ഷിക്കുക. എല്ലാം മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുന്നതാണ് കേട്ടോ. നല്ല കിടിലൊരു സ്പോട്ടാണ്, ഒരു ഫിഷിംഗ് സ്പോട്ടാണ്. എനിക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. താണ്ടെ ഇപ്പം അതെ കൊച്ചു കുട്ടികൾ മുതൽ സൈഡിൽ നിന്നിട്ട് സേഫായിട്ട് സൈഡിൽ നിന്നിട്ട് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ്. അത് കണ്ടില്ലേ. അതെ ഇവിടെ എല്ലാം ജീവനുള്ള കൊഞ്ചിട്ടാണ് ഇവിടെ പിടിക്കാറ്. അവിടെയൊക്കെ ആളുകൾ നിൽപ്പുണ്ടോ കണ്ടോ. അവരെല്ലാം മീൻ വേട്ടക്കാരാണ്. അതാണ്ട് കണ്ടില്ലേ നല്ല കിടിലമായിട്ട് ഇത്രയും, അതായത് വെള്ളം കടലിലെ വെള്ളം, ഇത് കായലിലെ വെള്ളം കണ്ടില്ലേ. ഇത് രണ്ടും കൂടെ വെള്ളം കൂടി നിൽക്കുന്ന സമയമാണ്. അത് ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, കുട്ടികളൊന്ന് സൂക്ഷിക്കുക. ഇത്രയും വലിയ വെള്ളമൊക്കെ മൊത്തം വെള്ളത്തിൽ കിടക്കുവാണേ. അന്നേരം നേരെ പോയി ഒന്നും വെള്ളത്തിൻ്റെ അടുത്തോട്ട് പോവാതിരിക്കുക. കൊച്ചുകുട്ടികളൊക്കെ സൂക്ഷിക്കുക. എന്താ പറയുക, വളരെ കരുതലോടുകൂടി തന്നെ നിൽക്കുക. വല്ലതും കിട്ടിയാ? ഇല്ല, ആയിട്ടില്ല. ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിരുന്നില്ല. നല്ല പിടുത്തമായിരുന്നോ? ഇന്നലെ നല്ല മീൻ പിടുത്തമായിരുന്നു. ആണ്ടെ ജീവനുള്ള കൊഞ്ച് ഇട്ടാണ് പിടിക്കുന്നത്. കൊഞ്ച് കിടപ്പ് കണ്ട നല്ല അടിപൊളി ജീവനുള്ള കൊഞ്ച്, ജീവനുള്ള നല്ല അടിപൊളി കൊഞ്ച്. ഇതാ കണ്ട ജീവൻ താണ്ടെ ഇതിട്ടാണ് ഇവിടെ മീൻ പിടിക്കുന്നത്. ആഹാ താണ്ടെ ജീവൻ. അതിന് പ്രത്യേകം എന്താ പറയുക, ഓക്സിജനും ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് അതിനെ ചാവാതെ മാക്സിമം മീനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ആ കാണുന്നവർ മൊത്തം ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്, നല്ല ആംബിയൻസ് ആണ്. ഇതാണ്ടേ ഇതുവഴി ഇങ്ങനെ അങ്ങ് പോകണം. ഇവിടുന്ന് ഇങ്ങനെ ഇതാണ്ടേ. എല്ലാം കിട്ടിയ മോനെ? ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇതാണ്ടേ ഈ ഒരു ഏരിയയിലാണ്. ഒന്ന് അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ. എല്ലാം കിട്ടിയാ? ഇവിടുത്തെ പോലെ ഉണ്ടോ? ഉടക്കല്ലേ? ആണ്ടേ ഒരു ചൂണ്ടപ്പൊലി വേറൊരാളുണ്ട്. എല്ലാം കിട്ടിയാണ്ണാ? ഒന്നുമില്ല. എന്തോ പറ്റി ഇതിനകത്തൊന്നുമില്ല. ആണ്ടേ അന്നേരം ഒത്തുന്നില്ല. അന്നേരം സമയമായി വരുന്നതല്ലേ ഉള്ളല്ലേ. ഒരു ഉച്ച സമയമൊക്കെ എടുക്കുമെന്ന് തോന്നുന്നു. ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല കിടലും കഴിഞ്ഞിട്ടപ്പോ അല്ല മുട്ടാൻ പാറ. ഇപ്പൊ 2 ചേട്ടന്മാരെ അങ്ങോട്ട് പോയി 2 വലിയ പാറയെ പിടിച്ചോണ്ടാ പോയെ. അതാണ് ഒത്തത് അല്ലേണ. എവിടെ സ്ഥലം? എവിടെ ആണല്ലേ? അടുത്ത് തന്നെയാണ്. അന്നേരം താണ്ടേ
ഇവിടെ സെറ്റായിട്ടാണ്. ഒരുപാട് പേരുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിടിച്ചു തുടങ്ങിയാൽ ഉഷാറായിട്ട് മീൻ കിട്ടുന്ന സ്പോട്ടാണ് ഇല്ലേണ്ണ? ഓക്കെ, അന്നേരം ആണ്ടേ നമുക്ക് നോക്കാം വല്ലതും കിട്ടുന്നോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ മീൻപിടുത്തം എന്ന് പറയുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു സെറ്റപ്പിലാണ്. അല്ല എപ്പോഴും കിട്ടണമെന്നില്ല, എന്നാൽ കിട്ടുന്നത് വാരിക്കൊരുത്തരും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത. അതുകൊണ്ട് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ, നല്ല കിഡിലൊരു സ്പോട്ടാണ്. നിങ്ങൾ വരുന്ന സമയത്ത് ഇവിടേക്ക് ഒന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കുക. അടിപൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് മീനെ ട്രിപ്പിൾ ഹൂക്ക് ഇട്ട് വെട്ടിയെടുക്കുന്ന ഒരു രീതി കേട്ടോ. ഇത് എന്താ പറയുക, അതുകൊണ്ട് ഉണ്ടല്ലേ വെട്ടിയെടുക്കുന്ന രീതിയാണ്. ജസ്റ്റ് സൂം ചെയ്തൊന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒന്നുമില്ല, ഒരു ട്രിപ്പിൾ ഹുക്ക്, മാവ് അതിൻ്റെ മുകളിൽ മാവ് സെറ്റ് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് വെട്ടിയെടുക്കുന്ന ഒരു രീതിയാണ്. അതാണ് നോക്കി, രസമാണ്. ഇതൊക്കെ ഒരു ഹരമല്ലേ. നോക്കിക്കും കൊത്തുണ്ട്, ചെറിയ കൊത്തുണ്ട്. ആയി വാ, അതാണ്ടേ കണ്ടല്ലേ സാധനത്തിനും കണ്ടല്ലേ, വെറൈറ്റി വീഡിയോ. അതാണ്ടേ നച്ചിറ മീൻ. ഇതാണ് ഉണ്ടല്ലേ, ലൈവായിട്ട് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം.